എൻ്റെ പേര് സ്നേഹ. ഞാൻ വരുന്നത് കണ്ണൂർ മൗഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് ജനുവരി 7 2023 ആയിരുന്നു. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം, എനിക്ക് എൻ്റെ B2 പരീക്ഷ, ജർമ്മൻ പരീക്ഷ ഞാൻ എത്ര എഴുതിയിട്ടും എനിക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത്, എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക, നീ പ്രാർത്ഥിക്കും, മാതാവ് നിനക്ക് തരും, B2ൻ്റെ പരീക്ഷ നീ ജയിക്കും, അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു എക്സാമിന് ഡേറ്റ് എടുത്തു. പരീക്ഷയൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു. എനിക്ക് കിട്ടും, 3 കിട്ടും, മാതാവ് എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിന്നു. റിസൾട്ട് വന്നപ്പോൾ 3 ഞാൻ തോറ്റുപോയി. എനിക്ക് എല്ലാം അടുത്തടുത്ത മാർക്കുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല ഒന്നും. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്, നീ ഉടമ്പടി എടുത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക, അപ്പം നിനക്ക് മാതാവ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്ന് ഞാൻ ഏപ്രിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കൃത്യമായി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും, പ്രാർത്ഥനയിൽ ഒരുപാട് മുന്നോട്ട് വരാൻ തുടങ്ങി ഞാൻ. അങ്ങനെ എനിക്ക് ഓഗസ്റ്റിലെ എക്സാമിന് ഡേറ്റ് കിട്ടി. പൂനെയിലാണ് ഞാൻ പോയി എഴുതിയത്, എക്സാമിന് ഡേറ്റ് എടുത്തത്. പക്ഷേ എല്ലാവരും പറഞ്ഞു അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാസ്സാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. എല്ലാം ചെയ്ത ഞാൻ മാതാവിൽ വിശ്വസിച്ച് മാത്രം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയത്. അവിടെ ചെന്നു, ഒരു മൊഡ്യൂൾ ഞാൻ പാസ്സായി, 3 എഴുതി, അതിൽ ഒരു മൊഡ്യൂൾ ഞാൻ പാസ്സായി തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ എനിക്കൊരു സ്വപ്നം കണ്ടു. മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ശരിക്കും കണ്ടതാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഉറങ്ങി എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നമായിരുന്നു കണ്ടത് വെച്ചാൽ മാതാവ്, ഞാനിങ്ങനെ തുണി അലക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയപ്പം മാതാവ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആരും വിശ്വസിക്കുന്നില്ല അത്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറയേടി, എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയാക്കും, അതുകൊണ്ടാണ് എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, മാതാവ് നിന്നോട് അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോയി തുണി അലക്കുന്ന കാര്യത്തിനായിരിക്കും. എനിക്കതിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അതിന് ആ സാഹചര്യം ഒത്തു കിട്ടുന്നില്ല പോകാൻ പറ്റുന്നത്. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാം. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പറയട്ടെ, പിറ്റേ ദിവസം എനിക്കത് കറക്റ്റായിട്ട് പോകാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് ഒരുക്കി തന്നു. പിന്നീട് എനിക്കത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യാനും തുണി അലക്കി കൊടുക്കാനും അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കാനൊക്കെ അവസരം എനിക്ക് മാതാവ് തന്നു. അങ്ങനെ അത് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് എനിക്ക് ജർമ്മനിയിൽ നിന്ന് 2 മൊഡ്യൂൾ വെച്ച് പോയി ജോലി ചെയ്യാം അവിടെ എന്നുള്ള ഒരു ഓഫർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടിയ സമയത്ത് എനിക്ക് സന്തോഷമായി. അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവിടെ നോക്കുന്ന ഒരു അങ്കിളും ആൻറ്റിയാണ്, എൻ്റെ പപ്പയുടെ സഹോദരിയും ഭർത്താവുമാണ് എൻ്റെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിലോട്ട് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. കോൺട്രാക്റ്റും അക്കോമഡേഷനൊക്കെ എനിക്ക് അവിടെ തന്നെ, അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്ക് അക്കോമഡേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ പേപ്പേഴ്സും എനിക്ക് അവർ തന്നു. അങ്ങനെ വിസയ്ക്ക് വെച്ച് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി. ജനുവരി 24 അടുത്ത ബുധനാഴ്ച ഞാൻ ജർമ്മനിക്ക് ജോലിക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മൊഡ്യൂളും കൂടെ എഴുതിയെടുത്തായിരുന്നു കൊൽക്കത്തയിൽ പോയിട്ട്. ഇനി എനിക്ക് ഒരു മൊഡ്യൂൾ ബാക്കിയുള്ളൂ. ആ 2 മൊഡ്യൂൾ വെച്ച് ഞാൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് മാതാവ് എല്ലാം കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. അതുപോരാ, ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത്. എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം മാതാവ് എനിക്ക് ചെയ്യുന്നു. എൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും ഞാൻ പരീക്ഷ പാസ്സാവത്തില്ല, ഞാൻ ശ്രമിച്ചിട്ട് ഒരിക്കലും നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാതാവ് എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. അമ്മയ്ക്ക് കൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു എടുത്തിട്ട് പൊക്കുന്നതിന് ഭയങ്കര വേദനയായിരുന്നു, കൈകൊണ്ട് പൊക്കത്തില്ല, ഷോൾഡറിന് പെയിനാണ്. അപ്പം എന്നിട്ട് ഞാൻ അത് ഉടമ്പടി നിയോഗം വെച്ചു, പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിലെന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മയുടെ കയ്യിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുമായിരുന്നു. ആ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം, ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ 3 ആഴ്ച അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, എടി എൻ്റെ കൈക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായി, മാതാവ് എനിക്ക് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു. അതുപോലെ അമ്മയ്ക്ക് പിന്നെ വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിരലൊന്ന് മുറിഞ്ഞായിരുന്നു. അത് ഫുൾ അറ്റ് പോയായിരുന്നു, ഒരിത്തിരി ബാക്കിയുള്ളായിരുന്നു.
അത് ഡോക്ടർ സർജറി ചെയ്ത് പറഞ്ഞത് അറ്റു പോകുമായിരിക്കും എന്ന് പറഞ്ഞു. പോകുമെന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കൊന്നും ടെൻഷൻ അടിക്കരുത്, അത് അറ്റു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലത്തിൽ വിശ്വസിച്ച് എന്നും ഞാൻ അമ്മയ്ക്ക് തൂത്ത് കൊടുക്കുമായിരുന്നു. ദൈവം സഹായിച്ച് ആ വിരലിന് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പം അമ്മയ്ക്ക് ആ വിരൽ നന്നായിട്ട് അനക്കുകയും പണിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ എൻ്റെ പപ്പ ഒരിക്കലും വീണിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയുടെ സമയത്ത് തന്നെ വീണ സമയത്ത് പപ്പയ്ക്ക് നടുവിനായിട്ട് നീര് വെച്ചിട്ടുണ്ട്, വേദനയും നീരുമായിരുന്നു. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഉള്ളത് കൊണ്ട് ഞാൻ പപ്പേൻ്റെ പുറകിൽ എന്നും തൂത്ത് പ്രാർത്ഥിക്കുമെന്ന് കുരിശുവരയ്ക്ക് ശേഷം അങ്ങനെ അതും സുഖപ്പെട്ട് തന്നു. പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, പണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി രണ്ടാമത് പുതുക്കിയതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ആരെങ്കിലും എന്നോട് ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷയ്ക്ക് പോകുവാടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഒരു മടിയില്ലാണ്ട് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സന്തോഷത്തോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് ഒരുപാട് കൃപ മാതാവ് തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമ കാണിക്കാനൊക്കെ എനിക്ക് ഒരുപാട് കൃപ തന്നു. പിന്നെ പണ്ടൊക്കെ ആണെങ്കിലും എനിക്ക് എന്തൊരു സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ വീട്ടിൽ പപ്പയുടെ മമ്മിയോടൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് എന്ത് സങ്കടമാണെങ്കിലും സന്തോഷമല്ല, ഞാൻ ഓടിച്ചെന്ന് പറയുന്നത് എൻ്റെ ഈശോൻ്റെ അടുത്താണ്. ഈശോൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി ആരോടും പറയും. എന്നിട്ട് ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും. ഈശോ എന്നോട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ വീടിനടുത്തുള്ളതാണ് കരുനാലി. അപ്പോൾ അവിടെ പോയി അവരെ കാണി, അവരോട് സംസാരിക്കുക. അവർക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നിടത്ത് അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ റൂമെല്ലാം ക്ലീനാക്കി കൊടുക്കാനും ബാത്റൂം കഴുകി കൊടുക്കാനൊക്കെ ഞാൻ ചെയ്ത് നിന്നിട്ടുണ്ട്. അതിനൊക്കെ മാതാവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ മാതാവിന് തിരുക്കുമാരന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾ ഈ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇവിടെ മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നത്. ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു മാതാവിനെയോ ഒന്നുമല്ല ഇവിടെ ആളുകൾ സ്വപ്നം കാണുന്നതായിട്ട് കൂടുതലായിട്ട് പറയുന്ന. സ്വപ്നങ്ങളിലൊക്കെ മാതാവ് അവരുടെ ജീവിതത്തിൽ നിയോഗമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്വപ്നമാണ് കാണുന്നത്. അത് ചിലപ്പം നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പം അത് ചിലത് വക്കീലിൻ്റെ വേഷത്തിൽ കേസോട് വന്നപ്പം ജീവിതബന്ധിയായിട്ട് ആ വിഷയത്തിന് നിയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് അമ്മ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ളൊരു സ്വപ്നമാണ്. അത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകത അതാണ്. അപ്പോൾ ഈ മകൾ സ്വപ്നം കണ്ടത് അമ്മ മാതാവ് അലക്കുന്ന ഒരു ഇതിലാണ് ഇവൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇവക്ക് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പം മനസ്സിലാകുകയാണ് ഉടമ്പടി കറക്റ്റായിട്ടല്ല പോണത്, കുറച്ചും കൂടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചും കൂടെ ചെയ്യണം. അപ്പം ഈ മകൾ തന്നെ പറയുന്നുണ്ട് എനിക്കും അപ്പുറത്ത് സഹായിക്കാനും അവരുടെ തുണിയൊക്കെ അലക്കി കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് പിന്നീട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ബാക്കി അങ്ങോട്ട് പോകാനുള്ള, അതായത് 2 വിഷയം പോയാലും അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ദൈവം അനുവദിച്ച് പലരിലൂടെയും തുറന്നു കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സോളിഡായിട്ട് മാതാവ് ഒരു വിഷയത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത് വലിയൊരു സാക്ഷ്യമാണ്. ഇതിപ്പം ഈ വ്യക്തി പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാകും എന്നറിയത്തില്ല, എങ്കിലും അത് വ്യക്തമായിട്ട് മാതാവ് നമ്മളോടൊപ്പമുണ്ട്, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മാതാവ് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരനുഭവമല്ല, ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ അതോട് ചേർത്ത് വെക്കുന്ന, അതിനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ വലിയൊരു കണ്ടൻ്റുള്ളൊരു സാക്ഷ്യമാണിത്. പിന്നെ രണ്ടാമത്തേത് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആ മകൾ പറയുന്നുണ്ട്. മൂന്നാമത്തേത് വ്യക്തിപരമായിട്ട് ഇപ്പം ഒരു ചെറിയ വാക്കിൽ പറഞ്ഞു, ഇനി ഞാനിപ്പോൾ എന്ത് സന്തോഷമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയോടും അപ്പനോടും ഒക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മയും അപ്പച്ചനും മാറിയിപ്പം ഈശോയും മാതാവുമായി എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവിടുത്തെ രാജ്യത്തിന് നീതിക്കും കൊടുക്കണം എന്നുള്ളൊരു ബോധ്യവും അറിവ് നമുക്കുണ്ടെങ്കിലും ഇത് കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഭവമായിട്ട് മാറാനായിട്ടൊരു സാധ്യത ഉടമ്പടി തുറന്നു വരും. അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മാറ്റം, പിന്നെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും ഒപ്പം എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ എനിക്ക് നടത്തിത്തരും, അല്ലെങ്കിൽ അമ്മ കൂടെയാണെന്നുള്ളൊരു ബോധ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ വലിയൊരു അനുഭവമാണ്. ഒരു പക്ഷേ ഈ എക്സാം ജയിക്കുന്നതിൻ്റെയും പോകുന്നതിനേക്കാളും അപ്പുറം ജീവിതത്തിന് ഏത് സാഹചര്യത്തിലും ഞാൻ ആദ്യം ചെല്ലേണ്ടത് ഈശോടുക്കലാണെന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ ഈശോടുക്ക ചെന്നാൽ അമ്മ സാന്നിധ്യം അറിയിക്കുന്നുള്ള ബോധ്യം
ഇതാണ് ഏറ്റവും വലിയ ഒരു അടയാളവും അത്ഭുതവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.